ഫാൻസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ ഹിൽ പാലസിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പൂണിത്തറയിൽ പണികഴിപ്പിച്ച ഹിൽ പാലസ്. 54 ഏക്കറുകളിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡീർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ മ്യൂസിയമാക്കപ്പെട്ട ഹിൽ പാലസ് തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. കൊച്ചിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹിൽ പാലസിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് 1986 മുതൽ മ്യൂസിയമാക്കി. പ്രശസ്തമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിനുള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോകൾ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി സംരക്ഷിച്ചു പോകുന്ന ഈ മ്യൂസിയത്തിനുള്ളിൽ പാദരക്ഷകൾ അനുവദിക്കുന്നതല്ല. ആയിരത്തി 1991 മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലിവിടെ 11 ഗാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതന ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുമർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി രാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തിയ പുരാതന സെറാമിക് സൃഷ്ടികൾ കേരളത്തിൻ്റെ നരവംശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ കുടക്കല്ല്, തൊപ്പിക്കല്ല്, വെട്ടുകല്ലിൽ തീർത്ത ഓർമ്മസ്തംഭങ്ങൾ, പഴയ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളായ മരത്തിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി ഇൻഡസ് വാലിയുടെയും ഹാരപ്പൻ സംസ്കൃതിയുടെയും അവശിഷ്ടങ്ങളുടെ മാതൃകകൾ വരെ ഇവിടെ കാണാം.
ആധുനിക കലാസൃഷ്ടിയുടെ ഒരു ഗാലറിയും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പൈതൃകം വെളിവാക്കുന്ന ഈ മ്യൂസിയം മലയാളിയുടെ അഭിമാനം കൂടിയാണ്. ഈ മ്യൂസിയം സന്ദർശിക്കുന്നതിനായി പൊതുജനങ്ങൾക്കായി രാവിലെ 9 മുതൽ 4:30 വരെ ഉള്ള സമയമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മ്യൂസിയത്തിനുള്ളിലെ കുട്ടികളുടെ പാർക്ക് വൈകിട്ട് 6 വരെ തുറന്നു പ്രവർത്തിക്കുന്നു. തൃപ്പൂണിത്തറ ഹിൽ പാലസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.